I really wish my family members or relatives would skip this video. ഞാനൊരു പാർട്ട് ടൈം ഗിഗ് എക്കോണമി വർക്കറാണ്. അതായത് ഞാൻ സൊമാറ്റോക്ക് ഫുഡ് ഡെലിവറിക്ക് വർക്ക് ചെയ്യാറുണ്ട്. ശരിക്കും നല്ല രസമാണ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ഊടുവഴികളിലൊക്കെ ഞാൻ പരിചയപ്പെട്ടു. ഏതൊക്കെ ഹോട്ടൽ ഏതൊക്കെ ഫുഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ ഹോട്ടൽസ് രാത്രി 2 മണി 4 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കുന്നു മനസ്സിലാക്കി. പിന്നെ ഇതിനൊക്കെ പുറമെ എൻ്റെ നാട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള മനുഷ്യന്മാരുണ്ടെന്ന് കുറച്ചും കൂടി എനിക്ക് മനസ്സിലായി. അതായത് ഫുഡിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതെനിക്ക് കറക്റ്റ് മനസ്സിലാകാൻ തുടങ്ങിയത് ഈ ഒരു ടൈമിലാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് ഡെലിവറി ഉണ്ടാവാറുണ്ട്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എടാ യു ഞാനാണ് ഇതാണ് ഇങ്ങനെയാണ് പരിപാടി, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു പോകും. പിന്നെ ചിലവരൊക്കെ ഉണ്ട് കേട്ടോ, അതായത് അടുത്ത കമ്പനിക്കാർ. അപ്പോൾ ഇവർ വരെ കാമുകിമാർക്കൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിക്കും. ഒരു സ്ഥലത്ത് ഇല്ലാത്തപ്പോൾ സോ അങ്ങനെയും കൊണ്ടു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലർ എന്ന് പറയും നിക്കാക്കുന്ന ബർത്ത്ഡേ ആണ്, ഒന്ന് കേക്കും വാങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതും കൊണ്ടേ കൊടുക്കും. ഞാൻ അങ്ങനെയും പോക്കുണ്ട്. സോ ഡെലിവറി ജോബ് ഇല്ലാത്തപ്പം വരെ എനിക്ക് ഡെലിവറി ജോബ് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഫ്ലാറ്റിലേക്ക് ഞാൻ ഡെലിവറിക്ക് പോയത്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ തന്നെ എങ്ങനെയാണ്, തൊട്ടടുക്കണം നടക്കുന്നത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. മേ ബി ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പ്രൈവസി നോക്കുകയാണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ബട്ട് ഒരു സോഷ്യൽ എക്സ്ചേഞ്ച് കുറവായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഫ്ലാറ്റിലെ ഡെലിവറിക്ക് പോയി. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ തന്നെ വിനായകരുടെ ചിത്രമുണ്ട്, ലോർഡ് ഗണേശൻ്റെ ചിത്രമുണ്ട്. ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ വന്നിട്ട് വാതിൽ തുറന്നു. ആക്ച്വലി ഷി വാസ് ഇൻ യുവർ 70s ഐ ഗസ്. സോ വാതിൽ തുറന്നു അവരെൻ്റെ നിന്ന് ഫുഡ് വാങ്ങിച്ച്. അപ്പോൾ ഞാൻ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടി നേരെ നോക്കിയപ്പോൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം. അത് കണ്ട് ഞാൻ ശരിക്കും ക്യൂരിയസ് ആയിപ്പോയി. എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്നു. ഔട്ട് ഓഫ് ദ ക്യൂരിയോസിറ്റി ആസ്ക്ഡ് ഹർ, നിങ്ങളെങ്ങനെ ഇതിവിടെ എങ്ങനെ എന്നുള്ള പോലെ ഞാൻ ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ദ റെസ്പെക്റ്റ് എവരി റിലീജിയൻ. അവർ കുറച്ച് കാലം അബുദാബിയിലുണ്ടായിരുന്നു. സോ അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ആ നാട്ടിനുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ദ കെപ്റ്റ് ഇറ്റ് ദെയർ ഇൻ ദിയർ ഹാൾ ഓൺ ദർ ഫ്ലാറ്റ്. കട്ട് ചെയ്തിട്ട് നേരെ എൻ്റെ ഫാമിലിയിലേക്ക് വരാം. അതാരാന്നൊന്നും എനിക്കൊണ്ട് പറയാൻ പറ്റില്ല. ഫാമിലി ശീലവും. സോ ഒരാളുടെ വീട്, എൻ്റെ കുടുംബത്തിലുള്ള ഒരാളുടെ വീട്. അവിടെ 2 ആണുങ്ങളുണ്ട്. ആ ആണുങ്ങളാണ് ആ വീട് ഭരിക്കുന്നത്. അതിൽ മൂത്തൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അതായത് ഈ കഥകളിയുടെ ഒരു പിക്ചർ ഓർ സംതിങ് അങ്ങനെ എന്തോറ്റാ കിട്ടിയത്. ഇത് ഈ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല, ഇത് ഒഴിവാക്കണം എന്ന് ഫുള്ളും ഇയാൾ വെറുതെ കിടന്ന് അലമ്പാവാൻ. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ 3 ദൈവങ്ങളെ ഒരുമിച്ച് വെച്ചിട്ട്. പക്ഷേ അവരവരുടെ വീട്ടിൽ തന്നെ വെച്ചത് എനിക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയസ്, ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ട് തോന്നി. ഇന്ത്യയുടെ ഭംഗി എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൈവേഴ്സിറ്റിയാണ്. ആ ഡൈവേഴ്സിറ്റിയിലുള്ളൊരു യൂണിറ്റിയാണ്. ബട്ട് മെജോറിറ്റി ഓഫ് ദാറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇത് 3 നിങ്ങളെടുത്ത് നോക്കിയാൽ അതിൽ ഹെയ്റ്റ് സ്പീച്ച് മാത്രമുള്ളത്. എക്സ്ട്രീമിസ്റ്റുകൾ, അതായത് ഏത് മതത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾ, അവരെ കൊണ്ട് അട്ടി പിട്ടി വെറുതെ അങ്ങോട്ട് തെറി വിളിക്കുക, ഇങ്ങോട്ട് തെറി വിളിക്കുക, ഫേസ്ബുക്ക് കമൻറ്റ് സെക്ഷൻ ഇത് എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെ ചെയ്ത് കൂട്ടണം, എന്തൊക്കെയോ കാര്യങ്ങൾ. ഇതിലൊന്നും പെടാതെ വേറെ ടീമുണ്ട്, യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട്. അവരോടും പരമ പുച്ഛാണ്. കാരണം അവരും ചെയ്യുന്നത് എന്താ, ഒരാൾ ചെയ്യുന്ന തെറ്റിന് ആ കമ്മ്യൂണിറ്റിനെ മൊത്തം തെറി വിളിക്കുക, അത് ചെയ്യുക, ഇതന്നെ ഡിഫറൻസ് ചെയ്യുന്നത്. സോ ഇവരും ഹെയ്റ്റ് സ്പീച്ച് തന്നെ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യുക്തിവാദികൾ. ഐ എം നോട്ട് എ ഗ്രേറ്റ് ബിലീവർ. I don't have belief, but I have my own set of what kind of spirituality വേണമെങ്കിൽ പറയാം. എന്തൊക്കെ ചെയ്താൽ തെറ്റാന്ന് നമുക്കറിയാലോ. ആ തെറ്റുകൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക, അതാണ് മതത്തിൻ്റെ ബേസിസ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മതം നിങ്ങൾക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അത് തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു മതം നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ആ മതത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ചെയ്ത പോലെ തന്നെ ഈ ഒരു യൂണിറ്റി
എല്ലാ വീടുകളിലും എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.